ഇന്ന് ഞങ്ങളുടെ പോപ്പിച്ചിന്റെ ഫസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. പോപ്പിച്ചനാണെങ്കിൽ ഇവിടെ കുട്ടി സാൻഡേ ഒക്കെ ആയിട്ട് ഒരുക്കി ഫോട്ടോഷൂട്ടിൽ നിൽക്കുക. പോപ്പിക്കാണെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയാത്തതുകൊണ്ട് അപ്പ അവനെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക. ഭാവിയിൽ അവനെ ഒരു ഡാൻസർ ആക്കാനാണെന്ന് തോന്നുന്നു ഭാവം. അങ്ങനെ അവന്റെ കുറെ ഭാവത്തിലും പോസിലൊക്കെയുള്ള കുറെ ഫോട്ടോസ് എടുത്തു. ഇനി ഞങ്ങളുടെ വീടുകൾ ഞങ്ങൾ ഒട്ടും വിട്ടു കൊടുത്തില്ല, ഞങ്ങളും എടുത്തു കുറെ ഫോട്ടോസ്. ഇനി അടുത്ത നമ്മുടെ ടാർഗറ്റ് വൈനിലും കേക്കിലുമാണ്. വൈൻ ഇങ്ങനെ ചേർസ് അടിച്ച് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആഹാ, അതാണ് അതിൻ്റെ ഒരു രീതി. നൈറ്റ് ആയപ്പോഴത്തേക്ക് പുൽക്കൂടിലും ക്രിസ്മസ് ട്രീയിലെല്ലാം ലൈറ്റ് ഒക്കെ ഇട്ട് ആഹാ എന്താ ചന്തം കാണാൻ. നൈറ്റ് നമ്മൾ വളരെ അൺപ്ലാൻഡ് ആയിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാൻ നേരം. ക്രിസ്മസ് ആയതുകൊണ്ട് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. 5 വർഷത്തെ പാലം പണിക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ വണ്ടിയിൽ പോകുന്നത്. നടപ്പാതയുടെ എന്തോ കുറച്ച് പണിയും കൂടെ ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ടാണ് തോന്നുന്നത് തുറന്നു കൊടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ നേരെ വിട്ടത് കവ്വയിലേക്കാണ്. പോപ്പിക്കുട്ടൻ താഴെ വണ്ടികളിൽ ലൈറ്റ് ഒക്കെ നോക്കി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അകത്ത് ഫുൾ ആളാണ്. ഇപ്പോഴെങ്ങും കയറാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ കയറി സംസാരിച്ചപ്പോൾ മേളിൽ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേളിക്കറി നല്ല അടിപൊളി മന്തി കഴിച്ച് അവിടെ പറയും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ താനി ബീച്ചിലോട്ടാണ്. കൊല്ലം ബീച്ചിലോട്ട് പിന്നെ കാല് കുത്താൻ പറ്റില്ലെന്ന് നമുക്ക് ഉറപ്പായതാണ് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ അമ്മാതി തിരക്കായിരിക്കും. ക്രിസ്മസിന്റെ വൈബ് കൊല്ലം ബീച്ച് ഇവിടെ അങ്ങനെ വലിയ ആൾത്തിരക്കൊന്നും ഇല്ല. അതുകൊണ്ട് പോപ്പിയെ നമ്മൾ തറയിൽ കിടത്തി ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. പോപ്പിച്ചിന് ഹാപ്പി, ഞങ്ങളും ഹാപ്പി. എന്നിട്ട് അവിടെ നിന്ന് അടുത്തൊരു 11 മണിയായപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.